ഓക്കെ അരുൺ, നമുക്കൊപ്പം സുരഭി നേരിട്ട് ചേരുന്നുണ്ട്. തത്സമയം ശ്രീകുട്ടിയുടെ അമ്മയാണ്. ഈ കാര്യത്തിൽ അഭിഷേക് പറയുന്നതാണോ ശരി, അതല്ല ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നതാണോ ശരി എന്ന് നമുക്ക് നിശ്ചയമില്ല. എങ്കിലും അമ്മയോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം സുരഭി, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ അഭിഷേക് പറഞ്ഞത് കേട്ട് കാണുമല്ലോ. അഭിഷേക് പറയുന്നത് ഈ ശ്രീകുട്ടി ഇടയ്ക്കിത്തരം രാസലഹരി ഉപയോഗിച്ചിരുന്നതായി അഭിഷേകിന് അറിയാമായിരുന്നു എന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നോ സുരഭി? അഭിഷ് രാജ്? ഒരിക്കലുമില്ല. ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു പയ്യനെ കൊണ്ടുപോയി സേലത്ത് കൊണ്ടുപോയി ഈ കുട്ടിയെ ഒരുപാട് ശല്യം ചെയ്തിരുന്നു. എക്സാം എഴുതാതിരിക്കാൻ വേണ്ടി പല രീതികളിൽ കൂടെയും ആ കുട്ടിയോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ട്. ആ കുട്ടിയെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഈ പയ്യൻ അവിടെ ചെന്ന് ആക്രമിച്ചതായിട്ടും കൂടെ ഇരുന്ന് വെള്ളം ഒഴിക്കുന്നതായിട്ടും ഒക്കെ ഫോട്ടോ എടുത്ത് അവൻ്റെ കയ്യിലുണ്ടെന്ന് ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ അവൾ കുടിക്കാറില്ല, ലഹരിയൊന്നും ഉപയോഗിക്കാറില്ല. എങ്കിൽ നമ്മളാ കാണണ്ടേ? നമുക്കറിയാത്ത കാര്യങ്ങൾ ഇതെല്ലാം മെനഞ്ഞെടുത്ത് പറയുകയാണ്. ഇതിലൊന്നിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ യവനാണ് രക്ഷകനായിട്ട് ഇവനെ മുൻപിൽ വിട്ടിട്ട്, ഈ അരുണെന്ന് പറയുന്നവനെ മുൻപിൽ വിട്ടിട്ട് അരുമാനൂർ സ്കൂളിൽ വേണ്ട പ്രശ്നങ്ങളൊക്കെ നടത്തിയിട്ട് വെളിയിൽ നിന്ന് ഒരു കാറും കൊണ്ടിട്ട് രക്ഷകനായിരുന്നു. കാരണം നമ്മളോട് പറഞ്ഞ് അവളെ ഒരുപാട് ശല്യം ചെയ്യാണ്, ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞ് പല ദിവസവും അരുമാനൂർ സ്കൂളിന്റെ ഫ്രണ്ടിൽ. എനിക്ക് അറിവ് കിട്ടി. അതായത് ശ്രീകുട്ടിയുടെ ഹസ്ബൻഡിനെ കുറിച്ചാണോ? അതെ അവൻ അതെ, അതാണ് ഞാൻ പറയുന്നത്. പറയുന്നത് എല്ലാം കള്ളമാണ്, ഞാൻ പറയുന്നത് എല്ലാം കള്ളമാണെന്ന് അവൻ പറയുന്നത് വെറുതെയാണ് സാർ. ഞാൻ സത്യസന്ധമായി പറയാണ്. മക്കളുണ്ടോ? ശ്രീകുട്ടിക്ക് സഹോദരങ്ങളുണ്ടോ? ഈ ഒരു മോളാണ് ഇവിടെ ഉള്ളത്. എന്നെ വിവാഹം കഴിച്ച പട്ടാളക്കാരനാണ്. അറിയാമല്ല, കളീക്കോള കോവലം മന്ത്രവാദിയുടെ മകൻ ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തി എന്നെ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും മർദ്ദിക്കുന്നത് കൊണ്ട് എൻ്റെ അച്ഛനാണ് എന്നെ ഡൈവേഴ്സ് ആക്കി തന്നത്. എല്ലാം ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. എല്ലാം സത്യസന്ധമാണ്. ഒരു കാര്യവും കുട്ടിയെ പഠിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് സേലത്ത് ഡിവോഴ്സ് ആയതിനു ശേഷമാണ് സേലത്ത് ശ്രീകുട്ടിക്ക് അഡ്മിഷൻ വാങ്ങി കൊടുക്കുന്നല്ലേ? ഇല്ല, ഒരു കാരണവശാലും ഈ പയ്യൻ, ഈ അഭീഷ് രാജ് എന്ന് പറയുന്ന പയ്യൻ ഇതുവരെ ഈ കുട്ടിയെ ഡൈവേഴ്സ് ചെയ്തിട്ടില്ല. നെയ്യാറ്റിൻകര കോടതിയിൽ കിടക്കുകയാണ്. ഇവർ തമ്മിൽ സംസാരിച്ച് നോക്കിയിട്ടും 4 പ്രാവശ്യം കൗൺസിലിംഗ് വെച്ചിട്ടും ഒപ്പിടാന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഈ കുട്ടിക്ക്. പക്ഷേ സുരഭി, എനിക്ക് അറിയേണ്ടത്, ഈ ശ്രീകുട്ടി മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത് ഡിവോഴ്സിന്റെ കേസ്, അതായത് വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷമാണ് അല്ലേ? ഭർത്താവുമായി അകന്ന് ജീവിക്കുന്ന ഘട്ടത്തിലാണോ മെഡിക്കൽ കോളേജിൽ പോകുന്നത്? അതെ, ഈ പൊടി കുഞ്ഞിനെയും കൊണ്ട് ഞാൻ സേലത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ ഞാൻ താമസിക്കുകയായിരുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ? കൊച്ചുകുട്ടിയല്ലേ. ശ്രീകുട്ടിക്ക് MBBS ഈ കുട്ടിയെ ശരിക്കും എൻ്റെ അച്ഛൻ, എൻ്റെ ഭർത്താവാണ്. എത്ര ലക്ഷം രൂപ റൂഫുകളുണ്ട് കയ്യില്. കുട്ടിക്ക് പൈസ ഒരുപാട് അവിടെ അടയ്ക്കേണ്ട 19 ലക്ഷത്തി സംതിങ് ആണ്. അത് എൻ്റെ ഭർത്താവാണ് അടച്ചിട്ടുള്ളത്. അത് വിനായക മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അറിയാം, ബാങ്ക് മുഖാന്തരം പൈസ അയച്ചിട്ടുള്ളത്. ഇയാളാണ് അടച്ചിട്ടുള്ളതെന്ന് ആണോ പറയുന്നത്? ഓക്കെ, അപ്പൊ അവിടെ പോയി പഠിക്കുന്ന സമയത്ത് സേലത്ത് വെച്ച് ചില കൂട്ടുകെട്ടുകൾ ഉണ്ടായെന്നും ശ്രീകുട്ടി അവിടെ വെച്ചാണ് ഈ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയതെന്നുമാണ് ഈ ഹസ്ബൻഡ് പറയുന്നത്, അഭീഷ് പറയുന്നത്. അപ്പൊ ആ സേലത്ത് ഈ അഭിഷേക് എന്ന് ഈ പയ്യൻ അവിടെ ഈ കുട്ടിയെ ചുറ്റിപ്പറ്റി ഈ കുട്ടിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി എല്ലാ പദ്ധതികളും ഉണ്ടാക്കിയെന്നുള്ള തെളിവായില്ലേ സാർ? നെയ്യാറ്റിൻകര സിസിലിപുരത്ത് കിടക്കുന്ന അഭീഷ് രാജ് സേലത്ത് പോയി ഇതെല്ലാം കാണണമെങ്കിൽ, ഈ കുട്ടിയെ ചുറ്റിപ്പറ്റി ഇതെല്ലാം എടുക്കണമെങ്കിലും, ഫോട്ടോ അവൻ്റെ കൈവശം ഉണ്ടെന്ന് പറയണമെങ്കിലും ഇതിൻ്റെ ബാക്കിൽ കളിച്ചിട്ടല്ലേ സാർ?
ഓക്കെ, ഈ MBBS പൂർത്തിയാക്കിയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ സുരഭിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നി, ക്ഷമിക്കണം, ഈ ശ്രീകുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയിരുന്നോ സുരഭി? അതിന് ഞാൻ അവിടെ ഉണ്ടല്ലോ സാർ. എൻ്റെ കുട്ടി ഞാൻ ആഹാരം വാരി കൊടുത്ത് എൻ്റെ മുമ്പേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഇടയ്ക്കിടയ്ക്ക് അവൾ ടെൻഷനാവും പരീക്ഷയ്ക്ക്. യവൻ വന്ന് ശല്യം ചെയ്യും അവിടെ. ഈ ശ്രീകുട്ടിയുടെ പഠനത്തിന് മൊത്തം എത്ര ലക്ഷം രൂപ ചെലവായിട്ടുണ്ടാവും ശല്യം ചെയ്യുമായിരുന്നു സുരഭി? ശ്രീകുട്ടിയുടെ പഠനത്തിന് എത്ര രൂപ ചെലവായിട്ടുണ്ടാവും മൊത്തം? അല്ല ഒരു സാർ 12 മാസം അല്ലേ സാർ? 12 മാസം അടയ്ക്കണ്ടേ? അതിന് 19 ലക്ഷത്തി സംതിങ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയായാലും 1 കോടി രൂപ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ചെലവാക്കിയതാണ്. ആ സമയത്ത് ഏകദേശം 1 കോടി രൂപ ചെലവിട്ടു. MBBS പഠനം വിജയകരമായി പൂർത്തിയാക്കി. സംതിങ് ഒരു വർഷത്തിൽ അടയ്ക്കണം. മനസ്സിലായി? കണക്കെനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ ചോദിച്ചത് അതിനുശേഷം ഇത്രയും പണം മുടക്കി പഠിപ്പിച്ച് പുറത്തു വന്ന് ജോലി ആരംഭിക്കുന്നു. ആ സമയത്തും എന്തെങ്കിലും സ്വഭാവത്തിൽ മാറ്റം ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ സുരഭി? ഒരിക്കലും ഇല്ല സാർ. എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടില്ല സാർ. ഇപ്പൊ ഈ കാറിൽ പോകാനിടയായ സാഹചര്യം, ആ പയ്യനുമായിട്ട് എങ്ങനെയാണ് ഈ സുരഭിയുടെ സൗഹൃദം ആരംഭിച്ചത്? അത് അവർ തമ്മിൽ സൗഹൃദമാണോ, അത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ സുരഭി? ഏത് പയ്യനെ കുറിച്ചാണ് സാർ? ഇപ്പൊ ഈ കാർ ഡ്രൈവർ അജ്മൽ, ഇവൻ ഒരു ക്രിമിനലാണ് സാർ. ഒരു വെട്ട് കേസിൽ ഇവൻ ഇവിടുത്തെ സാറിനെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധം ചേട്ടൻ ഉണ്ടെന്ന് ആരോ പറഞ്ഞു കൊടുത്ത് എൻ്റെ ഒരു ബന്ധു കൊണ്ടുവന്നതാണ് സാർ. ഇവന് അത് ഒന്ന് ഉരി കൊടുക്കാൻ വേണ്ടി, ആ വെട്ട് കേസിൽ നിന്ന് ഒന്ന് ഉരി കൊടുക്കാൻ വേണ്ടി ഇവൻ ഇവിടെ വന്നതാണ്. അങ്ങനെയാണ് ഇവന് എങ്ങനെയാണ് ഒരു ബന്ധം വന്നത് സുരഭി? നിങ്ങളത് അന്വേഷിച്ചില്ലേ? അത് കൊച്ചു കുട്ടിയായിരുന്നു സാർ. 1 വയസ്സായപ്പോഴാണ് അദ്ദേഹം ഇവിടെ വന്നത്. അവനന്ന് 25 വയസ്സുണ്ടായിരുന്നു. ഇപ്പൊ അവന്റെ ഏജ് എത്രയാണെന്ന് സാർ തിരക്കി നോക്കണം. അല്ല, ആരാ ഈ അജ്മലോ? ഇപ്പൊ എന്റെ മോക്ക് 27 വയസ്സേ ആയുള്ളൂ. അജ്മലല്ല, ഈ അഫീഷ് രാജ്. അല്ലല്ല, ഞാൻ ചോദിച്ചത് ഈ അജ്മലിന്റെ കാര്യമാണ് ചോദിച്ചത്. അജ്മലും ഈ ശ്രീകുട്ടിയും തമ്മിൽ എങ്ങനെയാ അവര് സുഹൃത്താവുന്നത്? ഈ അജ്മലിനെ കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു? സാർ, ജൂലൈ 25-ാം തീയതി എൻ്റെ കുഞ്ഞു മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഈ ബർത്ത്ഡേക്ക് ഈ എൻ്റെ മോൾ വന്നിരുന്നു. അവളുടെ ശരീരത്തിൽ ആഭരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ ഫോട്ടോകളൊക്കെ സാറ് പരിശോധിച്ച് നോക്കണം. അവൾക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നതായിട്ടോ ലഹരി ഉപയോഗിക്കുന്നതായിട്ടോ, എൻ്റെ വീട്ടിലൊന്നും ഒരു ലഹരിയും ഉപയോഗിച്ചില്ലല്ലോ സാർ. എങ്കിൽ ആ കുട്ടി ലഹരി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ കുട്ടി ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്ന കുട്ടിയല്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് സാർ പറയുന്നത്. ഞാൻ ഇതിൽ ഒരു കളവും ഇല്ല സാർ. നമ്മുടെ വീട്ടിൽ ആരും ഈ അജ്മലിന്റെ പശ്ചാത്തലം എന്താണ്? നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് അജ്മൽ ഇത്തരത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ് എന്ന രീതിയിലാണ് ചില വിവരങ്ങൾ വരുന്നത്. സാർ, അതിന് എനിക്ക് അദ്ദേഹത്തിനെ അറിഞ്ഞൂടാ. ഈ 2 മാസത്തിനിടയിൽ ഇതെന്തൊക്കെ സംഭവിച്ചു? 2 മാസവും തികച്ചില്ല സാർ. ഞാൻ പിന്നെ ജൂലൈ 25-ന് വന്നിട്ട് പോയിട്ട് ഇന്ന് എത്ര ദിവസമായി സാർ? ഇതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് ഈ വീട്ടിൽ ഇരിക്കുന്ന എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും സാർ? ഈ ശ്രീകുട്ടി സുരഭി ഇടയ്ക്ക് വിളിക്കില്ലായിരുന്നോ ദിവസവും? പിന്നെ ആ കുട്ടി എന്നും വിളിക്കും. മോൻ്റെ കൂടെ സംസാരിക്കും, അച്ഛനോട് സംസാരിക്കും. ലൈൻ ഫോണിലാണ് സാർ വിളിക്കുന്നത്. ഈ അപ്പോഴൊന്നും അജ്മലുമായിട്ടുള്ള സൗഹൃദവും ബന്ധവും ഒന്നും സുരഭിക്ക് അറിയില്ല? അറിയില്ല, എനിക്കറിയില്ല. ഈ അപകടം നടന്നതിന് ശേഷമാണോ സുരഭിക്ക് അജ്മലുമായിട്ടുള്ള സൗഹൃദവും ബന്ധവും ഉണ്ടെന്ന് മനസ്സിലായത്? ഇല്ല സാർ, അത് ഞാൻ TV-യിൽ എന്നെ ആരും വിളിച്ച് പറഞ്ഞതുമില്ല. ഞാൻ TV-യിൽ കണ്ടാണ് സാർ ഞാൻ മനസ്സിലാക്കിയത്. ഈ ചില ദൃശ്യങ്ങളിൽ ഈ ഇവരെ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അത് ട്രാപ്പ് ചെയ്തു എന്നാണോ സുരഭി കരുതുന്നത്? തീർച്ചയായിട്ടും ഈ 2 മാസം കൊണ്ട് ഈ കുട്ടിയെ, അല്ലെങ്കിൽ ഈ അജ്മൽ സീരിയലിലൊക്കെ ഡയറക്ടറാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നു. അപ്പം ഇവനാണല്ലോ സീരിയലിലുള്ളത്, ഈ അഫീഷ് രാജ്. അപ്പം ഇവനെ പോയി കണ്ട് എടുത്ത് ഇത് സംഭവം നടത്തിയതല്ലേ സാർ? അത് തെളിവില്ലേ സാർ? അതായത് ഈ അഫീഷും അജ്മലും തമ്മിൽ ബന്ധമുണ്ടെന്നാണോ അങ്ങനെയാണല്ലോ ഈ കുട്ടിയെ വന്ന് പരിചയപ്പെട്ടത്? അഫീഷും അജ്മലും തമ്മിൽ ബന്ധമുണ്ടെന്നാണോ അമ്മ പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടോ? തമ്മിൽ ബന്ധമുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എല്ലാം തെളിവെന്ന് പറയുന്നത് ഇവൻ പറയുന്നുണ്ടല്ലോ. ഈ കുട്ടിയെ പരിചയപ്പെട്ടത് ഞാൻ സീരിയലിലെ പിന്നെ ഡയറക്ടറാണ്, ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഡാൻസ് മാസ്റ്ററാണെന്നൊക്കെ പറഞ്ഞാണല്ലോ പരിചയപ്പെട്ടതായിട്ട് ഞാൻ TV-യിലൊക്കെ കണ്ടത്.
അപ്പൊ ഈ യവനും അതിലാണല്ലോ, ടി വിയിലാണല്ലോ ഇവൻ പ്രവർത്തിക്കുന്നത്, ഈ ഹോഴ്സ് റൈഡിങ്ങും എല്ലാം. അപകട സമയത്ത് ശ്രീകുട്ടി മദ്യപിച്ചിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാവാനാണ് സാധ്യതയെന്നാണ് കരുതുന്നതമ്മ? സാറ് ഇവൻ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണോ, ഡ്രിങ്ക്സിൽ കൂടെ ഒഴിച്ച് കഴിപ്പിച്ചതാണോ, ഒന്നും നമുക്കറിയില്ലല്ലോ സാർ, നമ്മളൊന്നും കണ്ടില്ലല്ലോ. മനസ്സിലായി. ഇതെന്താണ് നടന്നതെന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇതിലൊരു അന്വേഷണം നീതിപൂർവമായി നടക്കണം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? വേണം, തീർച്ചയായിട്ടും വേണം. തീർച്ചയായിട്ടും വേണം സാർ. സത്യസന്ധത നേരിൽ കൊണ്ടുവരണം. എനിക്ക് അത് മാത്രം മതി സാർ. എൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്തണം. എത്രയോ വർഷം കൊണ്ട് അവൻ പിറകെ നടന്ന് തേജോവധനം ചെയ്യുന്നു സാർ. അതിനൊരു അവസാനം വേണ്ടേ സാർ? ഒരു കുടുംബം എത്രത്തോളം കരയണം സാർ ഈ കുട്ടിയെ കരുതി? പാവമല്ലേ ആ കൊച്ചിനോട് ഇത് കാണിക്കുന്നത്? നല്ലൊരു കുട്ടിയാണ് സാർ, ഡാൻസും പാട്ടും, അവൾ നല്ല കലാകാരിയാണ് സാർ, പഠിക്കാൻ മിടുക്കിയാണ്. കോൺവെന്റിൽ എല്ലാവർക്കും അറിയാം ശ്രീകുട്ടിയെ. കോൺവെന്റിലാണ് സാർ പഠിച്ചത്. അതേപോലെ തന്നെ വിനായക സാർ ഒരു കാര്യം കൂടെ പറയട്ടെ സാർ. വിനായക മെഡിക്കൽ കോളേജിൽ സാർ, വിനായക മെഡിക്കൽ കോളേജ് എന്നെ വിളിച്ച് അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞതാണ്, നല്ല കുട്ടിയാണ്, നല്ല പെരുമാറ്റമാണ്, അവൾ പഠിപ്പ് പെണ്ണാണ് എന്നാണ് എൻ്റെ കൂടെ ഓരോ മീറ്റിങ്ങിലും പറയുന്നത്. അപ്പോൾ ആ കുട്ടിയെ ഇവൻ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ആ അരുൺ എന്ന് പറയുന്നവനെയും കൊണ്ട് അവിടെ പോയതല്ലേ സാർ? അതായത് മുൻ ഭർത്താവും അജ്മലും ഒരു ട്രാപ്പിൽ പെടുത്തുകയായിരുന്നു ശ്രീകുട്ടി. ഫോട്ടോ കൊടുക്കാതെ സാർ ട്രാപ്പിൽ പെടുത്തി കഴിഞ്ഞു സാർ. ഇതെല്ലാം ട്രാപ്പിൽ പെടുത്തി സാർ. അവൻ ഈ അരുൺ എന്ന് പറയുന്നവൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഫോട്ടോ എവനും കൂടി ഇരുന്ന് ഫോൺ വിളിച്ചതായിട്ട് എൻ്റെ മോൾ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അരുൺ അടുത്തിരുന്ന് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിരുന്ന് കുട്ടിയെ തേജോവധനം ചെയ്യുന്നത് എൻ്റെ കൂടെ മോള് പറഞ്ഞിട്ടുണ്ട് സാർ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു കണ്ണിയല്ലേ സാർ യവൻ? മാത്രം അതൊരു വലിയ ആരോപണമാണ്. അജ്മൽ ശ്രീകുട്ടിയെ ട്രാപ്പിൽപ്പെടുത്തി അതിന് മുൻ ഭർത്താവ് കൂട്ടുനിന്നുവെന്നാണ് സുരഭിയുടെ ആരോപണം. അത് അന്വേഷിക്കട്ടെ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവരൊരു ഡോക്ടർ കൂടിയാണല്ലോ. തീർച്ചയായിട്ടും സുരഭി ഈ കുട്ടി ഇട്ടോണ്ട് പോയ പറഞ്ഞോളൂ സാർ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ കുട്ടി ഇട്ടോണ്ട് പോയ ആഭരണം മൊത്തം അവൻ എടുത്ത് ഇപ്പം അവൻ ബ്രേസ്ലെറ്റും മാലയൊക്കെ ഇട്ട് നടക്കുന്നു സാർ. ഈ കുട്ടിക്ക് എല്ലാം കിൽറ്റാണ് സാർ ഇട്ട് കൊടുത്ത് വിട്ടത് തിരിച്ച്. 41-ന്റെ അന്ന് കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ ആ കുട്ടിയുടെ ഈ അഫീഷ് രാജ്, അവൻ ആദ്യ ഭർത്താവ് രണ്ടാം ഭർത്താവ് ഒന്നും ഇല്ല സാർ. ഒരേ ഒരു ഭർത്താവേ ഉള്ളൂ, ഡൈവേഴ്സ് ആയിട്ടില്ല. ഈ അജ്മലിനോടൊപ്പം അറിയുകയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷമാണ്, ഇനി വരുമ്പോൾ ശ്രീകുട്ടിയോട് ചോദിച്ചാലേ അറിയുള്ളൂ എന്താണ്. എങ്കിൽ നമ്മൾ ഈ എൻ്റെ മോളെ ഞാൻ അങ്ങനെ ഒരു കുഴി കൊണ്ടിടുമോ സാർ? MBBS നല്ല മാർക്കോട് കൂടി ആ കുട്ടി തോറ്റിട്ടില്ല സാർ. വിനായക മെഡിക്കൽ കോളേജിൽ വിളിച്ച് ചോദിക്കണം ഈ കുട്ടി എങ്ങനെയായിരുന്നു. ശ്രീകുട്ടിക്ക് കിട്ടുമായിരുന്നു. ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ, നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം. സുരഭി പറഞ്ഞതുപോലെ ട്രാപ്പിൽപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും പുറത്തു വരണം സുരഭി. താങ്ക് യു സുരഭി. എന്തായാലും മകൻ കൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവന് ഈ വാർത്തകളൊന്നും ആ അർത്ഥത്തിൽ അറിയിക്കാതെയും അതായത് അല്ലെങ്കിൽ അവനെ ബുദ്ധിമുട്ടിക്കാതെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. താങ്ക് യു സുരഭി. ശ്രീകുട്ടിയുടെ അമ്മയാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രേക്ഷകർ മനസ്സിലാക്കിയതുപോലെ ഇതിൽ എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ്. സത്യം പുറത്തു വരട്ടെ. പക്ഷേ എന്തായാലും മൈനാഗപ്പള്ളിയിൽ ആ കാർ ആക്സിഡൻറ്റിൽ ഒരു കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് നമുക്കൊരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ്. അതിൽ അജ്മൽ കുറ്റക്കാരനാണ് എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അത് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടിയാണ് എടുക്കുന്നത്. അദ്ദേഹം ലഹരിയിലായിരുന്നു. ആ സമയത്ത് ശ്രീകുട്ടിയും ലഹരിയിലായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്ക് വരണം. ഒരു കാരണവശാലും നിങ്ങളുടെ ആനന്ദവേളകൾ എന്താണെങ്കിലും ശരി, ഒരു കാരണവശാലും മദ്യപിച്ചുകൊണ്ടോ ലഹരിയിലോ നിങ്ങൾ വാഹനം ഓടിക്കരുത്. അത് മറ്റുള്ള ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. ജയിലിൽ പോകുന്നതല്ല പ്രശ്നം, ജീവിതത്തിൽ നിന്ന് തന്നെ ഒരാളെ നിങ്ങൾക്ക് തുടച്ചു നീക്കാൻ അത് മതി. അപ്പോൾ അത്ര ലളിതമല്ല കാര്യം എന്ന് പ്രേക്ഷകർ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക.